KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മലപ്പുറം സ്വലാത്ത് നഗറിൽ നാളെ മുഹറം സംഗമം. ഇഫ്താർ സംഗമത്തിൽ 1,00,000 ലക്ഷം പേർ പങ്കെടുക്കും. ഡ്രൈവിംഗ് ഇനി കുട്ടിക്കളിയല്ല, ലൈസൻസിന് പ്രായപരിധി ഉയർത്താൻ ശുപാർശ. ബീഫ് വിവാദം, RSSനെതിരെ നിലപാട് കടുപ്പിച്ച് CPM നേതൃത്വം. വല്ലവരും പട്ടിയെ കല്ലെറിഞ്ഞു കൊന്നതിന് കേന്ദ്ര സർക്കാർ ഉത്തരവാദിയല്ലെന്ന് VK സിംഗ്. ഹരിയാനയിൽ ദളിത് കുട്ടികളെ ചുട്ടുകൊന്ന സംഭവത്തെക്കുറിച്ചായിരുന്നു പ്രതികരണം. തെരുവ് നായ്ക്കളെ കൊല്ലാം, പോലീസ് ഇടപെടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനമായ അമരാവതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു. 2025 പാകിസ്ഥാൻ 5ാമത്തെ ആണവശക്തിയാകുമെന്ന് റിപ്പോർട്ട്. ജനസംഖ്യാ നിയന്ത്രണത്തിന് രാജ്യത്ത് നിയമം കൊണ്ടുവരണമെന്ന് RSS നേതാവ് മോഹൻ ഭഗവത്. ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം, 5 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു, അന്വേഷിക്കണമെന്ന് UN. വാർത്തകൾ വിശദമായി. ബീഫ് വിവാദത്തിൽ BJPക്കും RSSനുമെതിരെ നിലപാട് കടുപ്പിച്ച് CPM രംഗത്തെത്തുന്നു. തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നതോടൊപ്പം സംഘപരിവാർ സംഘടനകളെയും CPM ലക്ഷ്യം വെക്കുകയാണ്. ഇഷ്ടമുള്ളവ ഭക്ഷിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് നേരത്തെ പറഞ്ഞ VS ഇപ്പോൾ നിലപാട് കടുപ്പിച്ചു. പശു മാതാവാണെങ്കിൽ എന്തിനു മൂക്കുകയറ് ഇടുന്നുവെന്നായിരുന്നു VSന്റെ പരിഹാസം. ഗോവധ നിരോധത്തെക്കുറിച്ചുള്ള RSS നിലപാടിനെ കടന്നാക്രമിച്ച് കോടിയേരിയും രംഗത്തെത്തി. കേരളത്തിൽ RSS ബീഫ് നിരോധനം നടപ്പിലാക്കാത്തത് ഇടതുപക്ഷത്തെ പേടിച്ചാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ VSന്റെ നിലവാരത്തിലേക്ക് പ്രതികരിക്കാനില്ലെന്നായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം. DYFIക്കാരുടെയും യുവമോർച്ചക്കാരുടെയും നിലവാരത്തിൽ VS താഴ്ന്നു പോകരുതെന്നായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം. ഹരിയാനയിൽ ദളിത് കുട്ടികളെ ചുട്ടുകൊന്ന സംഭവം നായയെ കല്ലെറിയുന്നതുപോലെ ഒരു ചെറിയ സംഭവമാണെന്ന് കേന്ദ്രമന്ത്രി VK സിംഗ്. സംഭവത്തിൽ സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വല്ലവരും പട്ടിയെ കല്ലെറിഞ്ഞാൽ അതിൽ സർക്കാരിന് എന്ത് ഉത്തരവാദിത്തമാണുള്ളത് എന്നാണ് VK സിംഗ് വിവാദ പ്രസ്താവന നടത്തിയത്. സർക്കാരിനെ ഈ സംഭവവുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല, ഇത് 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ടെന്നും സിംഗ് വ്യക്തമാക്കി. ഹരിയാനയിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് VK സിംഗ് ഈ വിവാദ പ്രസ്താവന നടത്തിയത്. BJPയുടെ നേതൃത്വത്തിലുള്ള മനോഹർലാൽ ഖട്ടാർ സർക്കാരാണ് ഹരിയാന ഭരിക്കുന്നത്. അതേസമയം VK സിംഗിന്റെ പ്രസ്താവന വ്യക്തിപരമെന്ന് മുഖ്യമന്ത്രി ഖട്ടാർ പറഞ്ഞു. ആക്രമണത്തിനിരയായ കുടുംബത്തെ സന്ദർശിക്കാൻ സുൻപേഡ് ഗ്രാമത്തിലെത്തിയതാണ് ഖട്ടാർ. ദലിത് കുടുംബത്തെ പട്ടികളോട് ഉപമിച്ച കേന്ദ്രമന്ത്രി VK സിംഗിന്റെ പ്രസ്താവന വ്യക്തിപരം മാത്രമാണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആക്രമണകാരികളായ നായ്ക്കളെ ഉന്മൂലനം ചെയ്യുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സർക്കാർ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടനെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് പോലീസിന് വ്യക്തമായ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. തെരുവുനായ ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ രംഗത്തിറങ്ങുന്നവരെ IPC 428 വകുപ്പ് പ്രകാരം കേസിൽ കൊടുക്കുന്ന പോലീസ് നടപടി നിർത്തിവെക്കാൻ ആഭ്യന്തരമന്ത്രി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് ചീഫ് വിപ്പ് കത്ത് നൽകിയിരുന്നു. 2025 ആകുമ്പോൾ പാകിസ്ഥാൻ ലോകത്തെ 5ാമത്തെ ആണവശക്തിയാകുമെന്ന റിപ്പോർട്ട്. പാകിസ്ഥാൻ വർഷങ്ങളായി ആണവശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇനിയും വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2011 90 മുതൽ 110 വരെ ആണവായുധങ്ങളാണ് പാകിസ്ഥാന്റെ കൈവശമുണ്ടായിരുന്നത്. നിലവിൽ ഇത് 110 മുതൽ 130 വരെയാണ്. 2025 ആകുമ്പോൾ 220 മുതൽ 250 വരെയായി വർദ്ധിക്കും. നിലവിൽ ആണവശേഷിയുള്ള 6 തരം ബാലിസ്റ്റിക് മിസൈലുകളും പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാന്റെ ആണവശക്തി 2015 എന്ന പേരിലുള്ളതാണ് റിപ്പോർട്ട്. ഇന്ത്യയുമായി ഏത് സമയത്തും യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം പാക് വിദേശകാര്യ സെക്രട്ടറി അസീസ് ചൌധരി പറഞ്ഞിരുന്നു. ഡ്രൈവിംഗ് ഇനി കുട്ടിക്കളിയല്ല, ലൈസൻസിന് പ്രായപരിധി ഉയർത്താൻ ശുപാർശ. വിശദമായ റിപ്പോർട്ടിലേക്ക്.
ഡ്രൈവിംഗ് ലൈസൻസിനുള്ള പ്രായപരിധി പുരുഷന്മാർക്ക് 20-ഉം സ്ത്രീകൾക്ക് 21-ഉം ആയി ഉയർത്തണമെന്ന് വാഹനാപകടങ്ങളെക്കുറിച്ച് പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ടി.കെ. ചന്ദ്രശേഖരദാസ് കമ്മീഷൻ ശുപാർശ ചെയ്തു. നിലവിൽ 18 വയസ്സാണ് ലൈസൻസ് പ്രായപരിധി. ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി 50 മണിക്കൂറെങ്കിലും വാഹനമോടിച്ച് പരിശീലിച്ചവർക്ക് ലൈസൻസ് നൽകാവൂ. വിദ്യാർത്ഥികളുടെ ഇരുചക്ര വാഹന ദുരുപയോഗം ഒഴിവാക്കാൻ ഇത്തരം വാഹനങ്ങളിൽ സ്റ്റുഡൻസ് സ്റ്റിക്കർ പതിക്കണം. ഒരു ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ഇരുചക്ര വാഹനങ്ങൾ മറ്റു ജില്ലകളിലേക്ക് പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. റിപ്പോർട്ട് ഇന്നലെ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൈമാറി. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ ഫയർഫോഴ്സ് മാതൃകയിൽ 5000 പേരടങ്ങുന്ന റോഡ് സേഫ്റ്റി ഫോഴ്സ് രൂപവൽക്കരിക്കണം. രക്ഷാപ്രവർത്തനം, റോഡ് സുരക്ഷ, ട്രാഫിക് നിയന്ത്രണം തുടങ്ങിയവ ഇവരുടെ മേൽനോട്ടത്തിലാക്കണം. ദേശീയ സംസ്ഥാന പാതകളെ 10 കിലോമീറ്റർ വീതമുള്ള വിഭാഗങ്ങളായി തിരിച്ച് 8-10 പേരടങ്ങിയ റോഡ് സേഫ്റ്റി അംഗങ്ങളെ 24 മണിക്കൂർ ഡ്യൂട്ടിക്ക് വിന്യസിക്കണം. വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതും വൈദ്യസഹായം ഉറപ്പുവരുത്തേണ്ടതും ഇവരുടെ ചുമതലയാണ്. വാഹനാപകടത്തിന് കാരണമായേക്കാവുന്ന കുഴികളും മറ്റും അടക്കുന്നതിന് സാങ്കേതിക വിദഗ്ധരുടെ സേവനം ഉറപ്പുവരുത്തണം. റോഡ് സേഫ്റ്റി അതോറിറ്റി പ്രത്യേക അധികാരങ്ങളോടെ പുനഃസംഘടിപ്പിക്കണം. നിലവിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കാണ് ഇതിന്റെ ചുമതല. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് കോഴ്സുകൾ ഏർപ്പെടുത്തണം. സർക്കാർ തന്നെ സർട്ടിഫിക്കറ്റ് നൽകുകയും വേണം. ആംബുലൻസിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം. ദേശീയ പാതകളിൽ ഓരോ 50 കിലോമീറ്ററുകളിലും പൂർണ്ണ സജ്ജമായ ആംബുലൻസുകളെ 24 മണിക്കൂറുകളും വിന്യസിക്കണം തുടങ്ങിയവയും ശുപാർശകളിൽ ഉൾപ്പെടുന്നു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ജനസംഖ്യാ നിയന്ത്രണത്തിന് രാജ്യത്തൊട്ടാകെ ബാധകമായ നിയമം കൊണ്ടുവരണമെന്ന് RSS നേതാവ് മോഹൻ ഭഗവത്. ലോകത്തിന് പിന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ മെച്ചപ്പെട്ടു. ഇന്ന് രാജ്യത്ത് പ്രതീക്ഷയുടേതായ ഒരു അന്തരീക്ഷമുണ്ടെന്നും ഭഗവത് പറഞ്ഞു. വിജയദശമി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വാർഷിക പ്രഭാഷണത്തിലാണ് ഭഗവതിന്റെ പരാമർശം. 2 വർഷം മുമ്പ് രാജ്യത്ത് നിരാശയുടേതായ അന്തരീക്ഷമായിരുന്നു. എന്നാൽ ഇന്ന് പ്രതീക്ഷയാണ് രാജ്യത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ലോകത്തിനു മുമ്പിൽ ഇന്ത്യയെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടാണുള്ളത്. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രാജ്യമാക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ലോകത്തിൽ എപ്പോഴൊക്കെ പ്രതിസന്ധിയുണ്ടാകുന്നോ അപ്പോഴെല്ലാം സഹായവുമായി നാം എത്തുമെന്നും മോഹൻ ഭഗവത് പറഞ്ഞു. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനമായ അമരാവതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു. സംസ്ഥാനത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ വിജയവാഡയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ ഗുണ്ടൂരിൽ കൃഷ്ണാനദിക്കരയിൽ ഒരുങ്ങുന്ന അമരാവതിയുടെ ശിലാസ്ഥാപന കർമ്മത്തിൽ 4 ലക്ഷത്തോളം പേർ പങ്കെടുത്തു. സിംഗപ്പൂരിലെയും ജപ്പാനിലെയും മന്ത്രിമാർ, 14 രാജ്യങ്ങളിലെ അംബാസഡർമാർ, കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിംഗപ്പൂർ സർക്കാരിന്റെ സഹായത്തോടെയാണ് 217 ചതുരശ്ര കിലോമീറ്ററിൽ അമരാവതി ഒരുങ്ങുന്നത്. നഗരിയോട് ചേർന്ന് കാർഷിക മേഖലയും ഒരുങ്ങുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ 1600 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് അമരാവതിയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കും. ഒരു കുടുംബത്തിലെ 2 കുട്ടികൾ ഉൾപ്പെടെ 5 പലസ്തീനികൾ കൂടി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇതോടെ മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 50 ആയി. 9 ഇസ്രായേലികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹെബ്രോണിൽ സൈനികരെ ആക്രമിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് 2 കുട്ടികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നത്. ഹെബ്രോണിൽ തന്നെയുണ്ടായ മറ്റൊരു സംഭവത്തിൽ 24-കാരനെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി. ഗസ അതിർത്തിക്കടുത്ത് ഇസ്രായേൽ വെടിവെപ്പിലാണ് മറ്റൊരു ഫലസ്തീനി കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ഫലസ്തീനിലുടനീളം പ്രതിഷേധം നടന്നു. പലയിടത്തും പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. ശാന്തസുമോഹന സുന്ദരവനിയിൽ പൂത്തൊരു സ്നേഹദളങ്ങളിതാ മാനവമൈത്രി മന്ത്രമുയർത്തിയ സന്ദേശത്തിൻ മർക്കസിതാ. ശാന്തസുമോഹന സുന്ദരവനിയിൽ പൂത്തൊരു സ്നേഹദളങ്ങളിതാ മാനവമൈത്രി മന്ത്രമുയർത്തിയ സന്ദേശത്തിൻ മർക്കസിതാ. We salute humanity, soulmate softly change this sound. Be a part of our mission, be the light that illuminate. Aswinu lana wal urbu lana wal hindu lana wal kullu lana. Adhal islamu lana deena wa jami'ul kawni lana watwana. चीनो अरब हमारा, हिंदुस्तान हमारा, मुस्लिम है हम वतन है, सारा जहान हमारा, सारा जहान हमारा, सारा जहान हमारा.
വിശുദ്ധ മുഹറം മാസത്തിലെ പുണ്യം കരസ്ഥമാക്കുന്നതിന് വിശ്വാസികൾ നാളെ മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദിൽ സംഗമിക്കും. വിപുലമായ സൌകര്യങ്ങളാണ് മഅ്ദിൻ ക്യാമ്പസിൽ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 8 മുതൽ നോമ്പുതുറ വരെ നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ 1,00,000 പേർക്കുള്ള ഇഫ്താർ ഒരുക്കും. മുഹറം 1 മുതൽ മഅ്ദിൻ ക്യാമ്പസിൽ നടന്നുവരുന്ന വിവിധ പരിപാടികളുടെ സമാപനം കൂടിയാണ് ഈ സംഗമം. ഇന്ന് രാവിലെ 9 മുതൽ 12 വരെ വനിതകൾക്ക് പഠന ക്ലാസും പ്രാർത്ഥനാ മജ്ലിസും സംഘടിപ്പിച്ചു. നാളെ ഈത്തിക്കാഫ് ജൽസ, അൽ കഹ്ഫ് പാരായണം, സ്വലാത്ത്, ഇഖ്ലാസ് പാരായണം, മുഹറം 10ലെ പ്രത്യേക ദിക്റുകൾ, പ്രാർത്ഥനകൾ, മുഹറത്തിന്റെ ചരിത്ര സന്ദേശ പ്രഭാഷണം, തബറുക്ക് വിതരണം, സമൂഹ നോമ്പുതുറ എന്നീ ആത്മീയ ചടങ്ങുകളാണ് നടക്കുക. പ്രാർത്ഥനകൾക്കും മജ്ലിസുകൾക്കും മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയുടെ സാന്നിധ്യത്തിൽ പ്രമുഖ സാദാത്തുക്കളും പണ്ഡിതരും നേതൃത്വം നൽകും. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ഈ മാസം 24-ന് ശനിയാഴ്ച കാലത്ത് 11 മണിക്ക് കോഴിക്കോട് സമസ്ത സെന്ററിൽ ചേരും. എല്ലാ മെമ്പർമാരും കൃത്യസമയത്ത് സംബന്ധിക്കണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ അറിയിച്ചു. മർക്കസ് ഇഹ്റാമിന് കീഴിൽ ഇന്ന് സ്ത്രീകൾക്കും നാളെ പുരുഷന്മാർക്കും ആത്മസംസ്കരണം സാധ്യമാക്കുന്ന ഏകദിന സ്പിരിച്വൽ ഹീലിംഗ് ട്രെയിനിംഗ് നടക്കുന്നു. മർക്കസ് ഇഹ്റാം ഹോണററി ഡയറക്ടറും ഹീൽ യുവർ ലൈഫ് ഫൌണ്ടേഷൻ USA അംഗീകാരമുള്ള കേരളത്തിലെ ഏക ട്രെയിനറുമായ അബ്ദു മാസ്റ്റർ മാനിപുരമാണ് നേതൃത്വം നൽകുന്നത്. ആധുനിക മനഃശാസ്ത്രവും ഇസ്ലാമിക ദർശനങ്ങളും ഉൾപ്പെടുത്തി തയ്യാർ ചെയ്ത ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലൂടെ മനസ്സമാധാനവും സന്തോഷവും വ്യക്തിബന്ധങ്ങളിലെ പവിത്രതയും കാത്തുസൂക്ഷിക്കേണ്ട വിധവും നിങ്ങൾക്ക് സ്വായത്തമാക്കാം. വിശദ വിവരങ്ങൾക്ക് 9446064845 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബീഫ് വിവാദം, RSSനെതിരെ നിലപാട് കടുപ്പിച്ച് CPM നേതൃത്വം. ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം, 5 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു, അന്വേഷിക്കണമെന്ന് UN. വല്ലവരും പട്ടിയെ കല്ലെറിഞ്ഞു കൊന്നതിന് കേന്ദ്ര സർക്കാർ ഉത്തരവാദിയല്ലെന്ന് VK സിംഗ്. ഹരിയാനയിൽ ദളിത് കുട്ടികളെ ചുട്ടുകൊന്ന സംഭവത്തെക്കുറിച്ചായിരുന്നു പ്രതികരണം. 2025-ൽ പാകിസ്ഥാൻ 5ാമത്തെ ആണവശക്തിയാകുമെന്ന് റിപ്പോർട്ട്. ഡ്രൈവിംഗ് ഇനി കുട്ടിക്കളിയല്ല, ലൈസൻസിന് പ്രായപരിധി ഉയർത്താൻ ശുപാർശ. തെരുവു നായ്ക്കളെ കൊല്ലാം, പോലീസ് ഇടപെടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനസംഖ്യാ നിയന്ത്രണത്തിന് രാജ്യത്ത് നിയമം കൊണ്ടുവരണമെന്ന് RSS നേതാവ് മോഹൻ ഭഗവത്. മലപ്പുറം സ്വലാത്ത് നഗറിൽ നാളെ മുഹറം സംഗമം, ഇഫ്താർ സംഗമത്തിൽ 1,00,000 പേർ പങ്കെടുക്കും. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.